കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങളുടെ വീട്ടിൽ പപ്പയ്ക്കും മമ്മിക്കും കുഞ്ഞാവയ്ക്കും ചേട്ടനും ചേച്ചിക്കും ഒക്കെ സുഖമല്ലേ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുവാൻ, സന്തോഷമായിട്ടിരിക്കുവാൻ സിസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങളൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ? തന്ന വർക്കുകളൊക്കെ കൃത്യമായി ചെയ്തോ? ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തോ? അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങൾ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായി തീരുന്നുവെന്ന് സിസ്റ്റർ വിശ്വസിക്കട്ടെ. അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ പാഠത്തിൻ്റെ പേരാണ് മാമോദീസ, ഈശോയിൽ ഉള്ള ജനനം. 4-ാം പാഠം. പാഠത്തിൻ്റെ പേര് മാമോദീസ, ഈശോയിൽ ഉള്ള ജനനം. ഈ പാഠം ശരിയായ വിധത്തിൽ ഗ്രഹിക്കുവാൻ നമുക്ക് ആരുടെ സഹായം ആവശ്യമാണ്? പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സഹായം നമുക്ക് ആവശ്യമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം മക്കളെ. കണ്ണടച്ച് കൈകൾ കൂപ്പി ഈശോയെ ഒന്ന് വിളിച്ചേ. ഈശോ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചേ. ഈശോയോട് പറയാം, ഈശോയെ, മാമോദീസ എന്ന കൂദാശയെപ്പറ്റി ശരിയായി ഗ്രഹിക്കുവാൻ, ആഴമായ ബോധ്യം ലഭിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിങ്ങൾ പ്രാർത്ഥിച്ചോ? എങ്കിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുഞ്ഞുങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ താടിയൊക്കെ നീണ്ട ഒരു വല്യപ്പൂപ്പൻ, ഒരു യഹൂദ പ്രമാണി ഈശോയെ കാണാൻ വരുന്ന ഒരു സംഭവമുണ്ട്. ആ താടിയൊക്കെ നീണ്ട മനുഷ്യൻ ഈശോയുടെ അടുത്ത് ചെല്ലുന്നത് രാത്രിയിലാണ്. രഹസ്യമായി ചെന്ന് ഈശോയോട് ചോദിക്കുകയാണ്. ഈശോ, അങ്ങ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചിലതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ ചിലതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ഈശോ പറഞ്ഞു, ചോദിച്ചോളൂ. അപ്പോൾ യഹൂദ പ്രമാണി, ആ യഹൂദ പ്രമാണിയുടെ പേരാണ് നിക്കോദേമോസ്. ഈ നിക്കോദേമോസ് ഈശോയോട് ചോദിക്കുകയാണ്, ഈശോയെ, ഈ വീണ്ടും ജനിക്കണം എന്ന് പറയുന്നത്, അങ്ങനെ പറയുന്നത് കൊണ്ട് അങ്ങ് എന്താണ് അർത്ഥമാക്കുന്നത്? ഈശോ പറയുകയാണ്, നിക്കോദേമോസേ, വീണ്ടും ജനിക്കണം എന്ന് പറഞ്ഞാൽ നീ ചോദിച്ചതുപോലെ അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ഒന്നുകൂടി ജനിക്കുക എന്നല്ല. മറിച്ച് എങ്ങനെയാ ജനിക്കേണ്ടത്? ഈശോ പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ? നിക്കോദേമോസിനോട് ഈശോ പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് ജനിക്കുന്നതല്ല വീണ്ടും ജനനം. എങ്ങനെയാ? ജലത്താലും പരിശുദ്ധാത്മാവിനാലും നീ വീണ്ടും ജനിക്കണം. ഇങ്ങനെ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അപ്പോൾ നിക്കോദേമോസ് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചിട്ട് സന്തോഷത്തോടെ തിരിച്ചു പോവുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈശോ ഇവിടെ എന്താണ് നമ്മളോട് എല്ലാവരോടുമായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്? എന്താണ് നമുക്കൊരു വീണ്ടും ജനനം ആവശ്യമാണെന്ന് ഈശോ പറയുന്നതിന് കാരണം? സിസ്റ്റർ പറഞ്ഞു തരാം. നിങ്ങൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് ആദ്യ മാതാക്കളുടെ പാപത്തെക്കുറിച്ച്. എന്താണ് അവർ ചെയ്ത പാപം? അവര് ഈ ദൈവം അവരെ പറുദീസായിൽ നിയമിച്ചാക്കി. നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആരെല്ലാമാണ്? ആദവും ഹവ്വായും. എന്നിട്ട് അവരെന്താ ചെയ്തത്? അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാള് അസൂയ കൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ആരാണ്?
ആ സർപ്പത്തിന്റെ രൂപത്തില് സാത്താൻ വന്നു. എന്നിട്ടോ ദൈവം പറഞ്ഞ കാര്യങ്ങള് നിങ്ങൾ അനുസരിക്കണ്ട, അല്ലെങ്കിൽ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിച്ചേക്കരുത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളത് കഴിച്ചോന്നേ. അപ്പൊ നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് കേട്ട് ഹവ്വ അമ്മ എന്നാ ചെയ്തു? ഹവ്വ അമ്മ പറിക്കരുതെന്ന് പറഞ്ഞ പഴം പറിച്ച് തിന്നു. ആർക്ക് കൊടുത്തു? ആദത്തിനും കൊടുത്തു. അങ്ങനെ അവർ ദൈവകൽപ്പന ലംഘിച്ചു. കുഞ്ഞുങ്ങള്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ? നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്. മക്കളെ, അപ്പോൾ അവർക്ക് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ഫലം എന്താ? സന്തോഷത്തോടെ ജീവിച്ചിരുന്ന അവർ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് അവർ പുറത്താക്കപ്പെട്ടു. അവർക്ക് പറുദീസ നഷ്ടപ്പെട്ടു പോയി. ഇത് മാത്രമല്ല സംഭവിച്ചത്, ആദത്തിൻ്റെയും ഹവ്വായുടെയും മക്കളായ ഈ മനുഷ്യവംശം മുഴുവനും ആദ്യ പാപത്തിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങി. എന്താണ് ഈ ആദ്യ പാപം, അല്ലെങ്കിൽ എന്താണ് ജന്മപാപം എന്ന് പറയുന്നത്? അതായത് ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ മനുഷ്യവംശത്തിൻ്റെ മേൽ മുഴുവനും ഈ പാപത്തിൻ്റെ ഫലം വന്നു ഭവിച്ചു. മക്കൾക്ക് മനസ്സിലായോ? അതായത് ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ ആ പാപത്തിൻ്റെ ഫലം ആരും കൂടെ അനുഭവിക്കുന്നു? നമ്മൾ മനുഷ്യവംശം മുഴുവനും അനുഭവിക്കുന്നു. ഇതാണ് ജന്മപാപം എന്ന് പറയുന്നത്. ഈശോ നിക്കോദെമോസിനോട് പറയുകയാണ്, നിക്കോദെമോസേ, ഈ ജന്മപാപത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ ജന്മപാപത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആദിമാതാക്കൾ ചെയ്ത പാപത്തിൽ നിന്നും എങ്ങനെയാണ് പുറത്തു കടക്കുന്നത്? നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ഈശോ സ്ഥാപിച്ച ഒരു കൂദാശയാണ് എന്ത്? പറഞ്ഞേ, മാമോദീസ. അതായത് ശ്രദ്ധിച്ച് കേട്ടോണം, ആദ്യ പാപം മൂലം നമ്മുടെയൊക്കെ ഉള്ളിൽ, അതായത് കുഞ്ഞുങ്ങളായ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും എന്നാ നന്മ ചെയ്യുന്നതിനേക്കാൾ അധികം എന്ത് ചെയ്യാൻ ആഗ്രഹം? തിന്മ ചെയ്യാനല്ലേ? അത് നമ്മുടെ ഉള്ളിൽ ഈ ആദ്യ പാപം മൂലം വന്നു ഭവിച്ച ഒരു ദുരന്തമാണ്, ഒരു പരിണിത ഫലമാണ്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മൾ നിത്യജീവൻ കരസ്ഥമാക്കാൻ ഈശോ നമുക്ക് തന്നത് എന്താണ്? മാമോദീസ എന്ന കൂദാശ. നിങ്ങൾ മാമോദീസ സ്വീകരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും മാമോദീസ സ്വീകരിച്ച കുഞ്ഞുങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മളെ ഈ മാമോദീസ മുക്കിയ വൈദികനെ, അച്ഛനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പപ്പയോടും മമ്മിയോടും ചോദിക്കണം, ആരാണ് എനിക്ക് മാമോദീസ അല്ലെങ്കിൽ ജ്ഞാനസ്നാനം നൽകിയ ആ പുരോഹിതൻ? ആരിലൂടെയാണ് എനിക്ക് ജ്ഞാനസ്നാനം കിട്ടി ഞാൻ ദൈവമക്കളായത് എന്ന് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ മാമോദീസ മുങ്ങിയത് ഏത് പള്ളിയിൽ വെച്ചാണ്, ഇടവക പള്ളിയിൽ വെച്ചാണെന്ന് നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും ഇന്ന് ചോദിക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളിത് മനസ്സിലാക്കി വെക്കണം. കാരണം നമ്മൾ നഷ്ടപ്പെട്ടു പോയ പർദീസായിലേക്ക് തിരിച്ചു പോകുന്നത് മാമോദീസ എന്ന കൂദാശ വഴിയാ. ഇതൊരു വലിയ കാര്യമാണല്ലേ കുഞ്ഞുങ്ങളെ? ഈ മാമോദീസ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മാമോദീസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മുങ്ങുക അല്ലെങ്കിൽ സ്നാനം ചെയ്യുക. അതുകൊണ്ടാണ് മാമോദീസയ്ക്ക് പറയുന്ന മറ്റൊരു പേര് ജ്ഞാന സ്നാനം. മാമോദീസ അല്ലെങ്കിൽ ജ്ഞാന സ്നാനം, മുങ്ങുക അല്ലെങ്കിൽ സ്നാനപ്പെടുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ, ഈ മാമോദീസായ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഈ മാമോദീസായെ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ തിരുസഭ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്, ഇത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിലെന്നാണ്. നിങ്ങളുടെ വീട്ടിൽ വാതിലുണ്ടോ? ജനലും വാതിലും ഒക്കെ നമ്മുടെ വീടുകളിലുണ്ട് അല്ലേ? നമ്മൾ വീട്ടിൽ പുറത്തു നിന്ന് വന്നിട്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് എങ്ങനെയാണ്? വാതിലിലൂടെയാണ് അല്ലേ? അപ്പോൾ മാമോദീസ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിലെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതായത് നമ്മൾ ഈ മാമോദീസ എന്ന വാതിലിൽ കൂടി
നമ്മൾ പ്രവേശിച്ചു. എങ്ങോട്ട് പ്രവേശിച്ചു? ദൈവമക്കൾ എന്ന സ്ഥാനത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. മാമോദീസ സ്വീകരിച്ച നമ്മൾ ആരാണിപ്പോൾ? ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. സന്തോഷമായോ? അതായത് മാമോദീസായെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിൽ എന്ന് വിളിക്കാൻ കാരണം മാമോദീസ നമുക്ക് ഒന്നാമതായി പാപത്തിൽ നിന്ന് മോചനം തരുന്നു. രണ്ടാമതായി ഈശോയിലുള്ള ഒരു ജീവിതത്തിൻ്റെ ആരംഭമാണ് മാമോദീസ. അതുകൊണ്ടാണ് മാമോദീസായെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. കുഞ്ഞുമക്കളെ, ഈ മാമോദീസ സ്വീകരിച്ചാൽ പഴയ ജീവിതമല്ല, ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിക്കുകയാണ്. കുഞ്ഞായിരുന്നതുകൊണ്ട് നിങ്ങൾക്കത് തിരിച്ചറിവുണ്ടായില്ല. പക്ഷേ ഈ മാമോദീസ മൂലം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അദൃശ്യമായ ഒരുപാട് കൃപാവരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നുണ്ട്. ഒരു പുതിയ ജീവിതം ഈശോ നമുക്ക് നൽകുന്നുണ്ട്. മക്കൾ, ഈ പുതിയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾ ഒന്ന് കാണണം. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ വീഡിയോ. അത് ശ്രദ്ധിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. വീഡിയോ കണ്ടോ? ഈ വീഡിയോയിൽ ഒരു പുതിയ ജീവിതം കിട്ടിയ ഒരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു ജീവിയുണ്ട്. ആരാണ്? ഒരു കുഞ്ഞുമാൻ അല്ലേ? ആ കുഞ്ഞുമാൻ തോടിൻ്റെ മറുവശത്തു നിന്ന് തോട്ടിൽ കൂടി നീന്തി അക്കരെ കടക്കാൻ ആഗ്രഹിച്ചു പോകുകയായിരുന്നു. അപ്പോൾ ആ തോട്ടിൽ ആരുണ്ടായിരുന്നു? ഒരു മുതല. ഈ മുതല ഈ കുഞ്ഞുമാനെ ലക്ഷ്യമാക്കി ഇങ്ങനെ പാഞ്ഞെടുത്തു. അതിനെ പിടിക്കും എന്ന ഘട്ടം വന്നപ്പോൾ ആരാണ് ഓടി വന്ന് രക്ഷിച്ചത്? അതിൻ്റെ അമ്മ, തള്ളമാൻ വന്ന് അതിൻ്റെ ജീവൻ ആ മുതലയ്ക്ക് കൊടുത്തു. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ കുഞ്ഞിനെ അമ്മ രക്ഷിച്ചു അല്ലേ? കുഞ്ഞിനെ അമ്മ രക്ഷിച്ചു. അമ്മ സ്വന്തം ജീവൻ ബലി കൊടുത്തു. കുഞ്ഞുങ്ങളെ, ഇതുപോലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ സാത്താൻ്റെ കെണിയിൽപ്പെടുത്താൻ വേണ്ടി, നമ്മളെയൊക്കെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി, നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഇങ്ങനെ പാഞ്ഞെടുക്കുമ്പോൾ, നമ്മളെ പിടിക്കും, നമ്മളെ നശിപ്പിക്കും എന്നൊരു ഘട്ടം വരുമ്പോൾ ആരാ മക്കളെ സ്വന്തം ജീവൻ ബലി നൽകിക്കൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം നൽകിയത്? നിങ്ങളൊന്ന് നോക്കിക്കേ ആരാണെന്ന്. കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന ഈശോയാണ് സ്വന്തം ജീവൻ നമുക്ക് നൽകിക്കൊണ്ട് നമുക്ക് പുതിയൊരു ജീവിതം തന്നത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാമോദീസ വഴി നമ്മൾ ഈ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ജീവൻ ലഭിക്കാൻ കാരണമാരാണ്? ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നത് കൊണ്ടാണ് നമുക്കൊരു പുതിയ ജീവിതം കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് മാമോദീസ എന്ന കൂദാശയോട് വളരെ സ്നേഹം തോന്നുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മാമോദീസ എന്നുള്ളതിൻ്റെ നിർവചനം നമുക്കൊന്ന് പഠിക്കാം. എന്താണ് മാമോദീസ? അതായത് ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദീസ. ഒന്നുകൂടി പറഞ്ഞേ. ജന്മപാപം, അത് നമ്മൾ മനസ്സിലാക്കി എന്താണ് ജന്മപാപം. പിന്നെ കർമ്മപാപം, നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, ശിശു ആയിരിക്കുമ്പോൾ നമുക്ക് കർമ്മപാപമില്ല. പക്ഷെ മുതിർന്നവർ മാമോദീസ സ്വീകരിക്കുമ്പോൾ അവർക്ക് കർമ്മപാപം ഉണ്ട്. അപ്പോൾ ഈ ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളെ വിമുക്തരാക്കിക്കൊണ്ട്
നമ്മളെ ദൈവമക്കളാക്കുന്നു, സഭയുടെ അംഗങ്ങളാക്കുന്നു, സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നു. ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന കുദാശയാണ് മക്കളെ എന്ത്? മാമോദീസ. അപ്പോൾ മാമോദീസായുടെ നിർവചനം നമ്മൾ പഠിക്കണം. മാമോദീസായുടെ ആ ആഴം, ഈ കുദാശയുടെ പ്രാധാന്യം കുഞ്ഞുമക്കൾ ഓർത്തിരിക്കണം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാമോദീസ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലേ? നമ്മൾ ദൈവമക്കളായി ഉയർത്തപ്പെട്ടു. പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു നമ്മൾ. ഇപ്പം ആരായി മാറി? നമ്മൾ കുഞ്ഞിലേ മുതൽ ആ മാമോദീസ സ്വീകരിച്ച ദിവസം മുതൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. നിങ്ങൾക്ക് സന്തോഷമില്ലേ? ഈ സന്തോഷത്തോടെ നമുക്കൊരു പാട്ട് പാടിയാലോ? നമുക്ക് കൈയടിച്ച് സന്തോഷത്തോടെ ഒരു പാട്ട് പാടാം. ജ്ഞാനസ്നാനജലത്താലേ നിർമ്മലരാക്കുക ഞങ്ങളെ നീ. നിത്യം ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. നിത്യം ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. ജ്ഞാനസ്നാനജലത്താലേ നിർമ്മലരാക്കുക ഞങ്ങളെ നീ. നിത്യം ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. നിത്യം ദൈവിക തിരുനാമം മഹിമയണിഞ്ഞു വിളങ്ങട്ടെ. കുഞ്ഞുങ്ങളെ, അപ്പോൾ നമ്മൾ സ്വീകരിച്ച ഈ മാമോദീസായുടെ ഫലങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വീകരിച്ച ഈ മാമോദീസായിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്ന് ഓർത്തു നോക്കിക്കേ. ഒന്ന് പറഞ്ഞേ നിങ്ങൾ. ദൈവമക്കളായി, പാപമോചനം ലഭിച്ചു, പിന്നെ സ്വർഗത്തിന് അവകാശികളായി. ഒരു കാര്യം കൂടിയുണ്ട്. എന്താണ്? പറഞ്ഞേ. തിരുസഭയിലെ അംഗങ്ങൾ ആയി നമ്മൾ ഉയർത്തപ്പെട്ടു. അപ്പം ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ ഇത്ര വലിയ അനുഗ്രഹമാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നമുക്ക് നന്ദി പറയണം ഈശോയോട്. കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ 4-ാം പാഠം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തേണ്ട ചില ബോധ്യങ്ങളുണ്ട് അല്ലേ? കാരണം നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന കുഞ്ഞുങ്ങളാണ്. ഈ പാഠങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട നല്ല മിടുക്കന്മാരും മിടുക്കികളുമാണ് നിങ്ങൾ. അപ്പോൾ ഈ പാഠം പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ ആർജിച്ചെടുക്കണം. നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾക്ക് ലഭിക്കേണ്ട ഒരു ബോധ്യമാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. ഈ ബോധ്യം നിങ്ങളിൽ ആഴപ്പെടുത്തണം. ഞാൻ ആരാണ്? ഞാൻ ചെറിയ ആളൊന്നുമില്ല, നിസ്സാരക്കാരനൊന്നുമില്ല. ഞാൻ സർവശക്തനായ ദൈവത്തിൻ്റെ മകളാണ്, മകനാണ് അല്ലേ? പപ്പയുടെയും മമ്മിയുടെയും മക്കളാണ് നമ്മൾ. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും ഉള്ള അവകാശങ്ങളൊക്കെ ആർക്ക് ലഭിക്കും? അത് നമുക്ക് ലഭിക്കും. അതുപോലെ ദൈവത്തിൻ്റെ മകനും മകളുമായാൽ ഈ പ്രപഞ്ചത്തിലെ അല്ലെ ദൈവം സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും ആ അവകാശം, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ അവകാശമൊക്കെ ആർക്ക് ലഭിക്കും മക്കളെ? ദൈവമക്കളായ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ബോധ്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കണം. ഇനിയും അങ്ങനെയാണെങ്കിൽ ദൈവമകൻ മകളാണെങ്കിൽ നമ്മൾ നല്ല ശീലങ്ങളൊക്കെ വളർത്തിയെടുക്കണ്ടേ? ചുമ്മാ ജീവിച്ചാൽ നമ്മൾ ദൈവമകനും മകളുമാണോ? ഇല്ല. നമ്മൾ എന്നും ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, എന്നെ അങ്ങയുടെ മകനാക്കി മകളാക്കി ഉയർത്തുന്ന മാമോദീസ എന്ന കൂദാശ എനിക്ക് സൗജന്യമായി നൽകിയതോർത്ത് എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പിന്നെയോ ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കണം. മുതിർന്നവരെ, അധ്യാപകരെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം. ഇങ്ങനെ നമ്മൾ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണം. മക്കളെ, നമ്മൾ
ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഒന്നാമതായി പഠിച്ചത് എന്താണ്? നമുക്ക് ആദ്യ മാതാപിതാക്കളിലൂടെ ലഭിച്ച ആദ്യ പാപത്തെ നീക്കിക്കളയുവാൻ നമ്മെ സഹായിച്ച കുദാശ ഏതാണ് എന്ന് പറഞ്ഞ ഏതാണ്? മാമോദീസ. മാമോദീസയിലൂടെ നമുക്ക് എന്തെല്ലാം ലഭിച്ചു? ദൈവമക്കളാകാൻ ഭാഗ്യം ലഭിച്ചു, സ്വർഗത്തിന് അവകാശികളാകാൻ ഭാഗ്യം ലഭിച്ചു, തിരുസഭയിലെ അംഗങ്ങളാകുവാൻ ഭാഗ്യം ലഭിച്ചു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും കൃപകളും നമുക്ക് മാമോദീസ എന്ന കുദാശയിലൂടെ ലഭിച്ചു. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എല്ലാം ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിച്ചാലോ? കൈകൾ കുപ്പി കണ്ണടച്ച് ഈ ഒരു കുദാശ സ്വീകരിക്കാൻ എന്നെ അനുവദിച്ച ഈശോയ്ക്ക് ഒന്ന് നന്ദി പറഞ്ഞേ. മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. പ്രിയപ്പെട്ട ഈശോയെ, ജ്ഞാനസ്നാനം എന്ന കുദാശയിലൂടെ എന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനും മകളുമാക്കി എന്നെ മാറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ മരണം വരെ ഞാൻ അങ്ങയുടെ സഭയുടെ അംഗമായി ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വിശ്വസ്തയായ മകളായി, വിശ്വസ്തനായ മകനായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.